the plains. Many parts of our country have flat and level land. These are the plains. To the south of the Himalayas lie the Great Plains of India. Rivers like the Ganga and the Yamuna flow through these plains. These rivers have made the land fertile. Thus, food grains are grown here. There are narrow strips of plain lands along the eastern and western coast of India. These plains meet a place called Kanyakumari in the south. Listen. Many parts of the country have flat and level land. That is flat and level land is called plains. Plains എന്ന് പറഞ്ഞാൽ എന്താണ്? Hilly area ആണോ? അല്ല, level നല്ല flat ആയി കിടക്കുന്ന ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? Flat land is known as plains. Then many parts of our country have flat and level land. These flat and level land is known as what? Plains. പറഞ്ഞേ. ഇപ്പൊ എന്താണ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ? കുന്നുകളാണോ? അല്ല, കുന്നുകളോ പർവ്വതങ്ങളോ ഒന്നും ഉള്ള സ്ഥലമല്ല. ഫ്ലാറ്റ് ആയി കിടക്കുന്ന, നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലെയിൻസ് എന്ന് പറയാ. To the south of the Himalayas lie the Great Plains of India. അതായത് ഹിമാലയത്തിന്റെ സൗത്ത് ഭാഗത്ത് ഏതാണ്? Great Plains of India ആണ്. മനസ്സിലായോ? Then rivers like Ganga and Yamuna flow through these plains. നമ്മൾ പറഞ്ഞു many parts of our country have flat and level land. These flat and level land is known as plains. South of the Himalaya, Great Plains of India is located. Great Plains of India is located the south part of Himalaya. അതായത് ഹിമാലയത്തിന്റെ സൗത്ത് ഭാഗത്താണ് ഏതുള്ളത്? ഗ്രേറ്റ് പ്ലെയിൻസ് ഉള്ളത്. മനസ്സിലായോ? ഇന്ത്യയുടെ ഗ്രേറ്റ് പ്ലെയിൻസ് എവിടെയാണ്? സൗത്ത് പാർട്ട് ഓഫ് ഹിമാലയ. ഹിമാലയ ഇസ് ദ ഹൈയസ്റ്റ് എന്താ? ഹിമാലയ എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതല്ലേ? ഹിമാലയ പർവ്വതല്ലേ? അപ്പൊ ഹിമാലയ പർവ്വതത്തിന്റെ സൗത്ത് ഭാഗത്താണ് ഏതുള്ളത്? ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഗംഗ യമുന റിവേഴ്സ് ഫ്ലോ ത്രൂ ദീസ് പ്ലെയിൻസ്. ഗംഗാ നദിയും യമുന നദിയും ഏതിലൂടെ ഒഴുകുക? ഈ പ്ലെയിൻസിലൂടെയാണ് ഗംഗാ നദിയും യമുന നദിയും ഒഴുകുന്നത്. ഏത് നദിയിൽ? ഏതിലൂടെ? ഗ്രേറ്റ് പ്ലെയിൻസിലൂടെ. അപ്പൊ ഗംഗ ആൻഡ് യമുന ആർ ദ ഫേമസ് ടു റിവേഴ്സ്. These rivers flow through these great plains. Okay. These rivers have made the land fertile. ഈ റിവേഴ്സ് എന്താക്കും? നമ്മുടെ മണ്ണിനെ ഫലഭൂയിഷ്ടിയുള്ളതാക്കും. അതായത് ഈ റിവേഴ്സ് ഒക്കെ ഒഴുകി വരുമ്പോൾ, ഈ റിവേഴ്സിലൂടെ സാധനങ്ങളൊക്കെ ഒഴുകി വരുമ്പോൾ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണും കാര്യങ്ങളൊക്കെ ഒഴിച്ചു വരും. ഒഴുകി വരുമ്പോ എന്ത്? അവിടെ കൃഷി ചെയ്താൽ നല്ല കൾട്ടിവേഷൻ ലഭിക്കും. Thus food grains are grown here. അത് അങ്ങനെ എന്ത് ചെയ്യും? അവിടെ നല്ല ക്രോപ്സ് എന്ത് നട്ടാലും നല്ല വിളകൾ ലഭിക്കും. എന്തുകൊണ്ടാണ് അവിടെ നല്ല വിളകൾ ലഭിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് അവിടെ നല്ല വിളകൾ ലഭിക്കുന്നത്? യമുനാ നദിയും ഗംഗാ നദിയും ഒഴുകുന്നത് ഈ ഗ്രേറ്റ് പ്ലെയിൻസിലൂടെയാണ്. അങ്ങനെ ഗംഗാ നദിയും യമുനാ നദിയും ഒഴുകുന്ന കൂട്ടത്തില് നല്ല എന്താ പറയാ? ഫലഭൂയിഷ്ടമായ, അതായത് നമ്മുടെ മണ്ണിനെ ഫലപുഷ്ടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൃഷികൾ നല്ലോണം ഉണ്ടാക്കാനായ വളക്കൂറുള്ള മണ്ണുകൾ ഒഴുകി വരും. അപ്പൊ ഒഴുകി വന്നൊരു സ്ഥലത്ത് നിൽക്കും. ആ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളകൾ ലഭിക്കും. മനസ്സിലായോ? Yes. There are narrow strips of plain lands along the eastern and western coast of India. These plains meet at a place called Kanyakumari in the south. അങ്ങനെ ഇന്ത്യയുടെ സൗത്ത് പാർട്ടിൽ എന്തുണ്ട്? കന്യാകുമാരി ഉണ്ട്. മനസ്സിലായോ? കന്യാകുമാരി എവിടെയാ? തമിഴ്നാട്ടിലല്ലേ? കന്യാകുമാരി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ്. കന്യാകുമാരി ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെയാ പറഞ്ഞത്. എന്താ പ്ലെയിൻസ് എന്ന് പറഞ്ഞു അല്ലെ? മെനി പാർട്സ് ഓഫ് അവർ കൺട്രി ഹാവ് ഫ്ലാറ്റ് ആൻഡ് ലെവൽ ലാൻഡ്. ദീസ് ഫ്ലാറ്റ് ആൻഡ് ലെവൽ ലാൻഡ് ആർ കോൾഡ് പ്ലെയിൻസ്. ഫ്ലാറ്റ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ നല്ല ലെവലായി കിടക്കുന്ന ലാൻഡിനാണ് നമ്മൾ എന്ത് പറയാ? പ്ലെയിൻസ് എന്ന് പറയാ. ഇനി ഹിമാലയത്തിന്റെ സൗത്ത് ഭാഗത്താണ് ഏതുള്ളത്? Great Plains of India. Great Plains of India is located the south part of Himalaya. Then Ganga and Yamuna are the famous two rivers flowing through these plains. മനസ്സിലായോ?
ഇനി നാരോ സ്ട്രിപ്സ് ഓഫ് പ്ലെയിൻ ലാൻഡ്സ് along the eastern and western coast of India, അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ കോസ്റ്റിലുള്ള നാരോ സ്ട്രിപ്സ്, അതായത് ചെറിയ ചെറിയ തുണ്ടുകള് കൂടി ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കന്യാകുമാരി എന്ന് പറയാ. കന്യാകുമാരി is located the south part of India. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ് കന്യാകുമാരി ഉള്ളത്. മനസ്സിലായോ? അപ്പൊ എന്താ പ്ലെയിൻസ് എന്ന് പറഞ്ഞു. ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് എവിടെയാന്ന് പറഞ്ഞു. ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസിലൂടെ രണ്ട് നദികളുടെ പേര് പറഞ്ഞു. കന്യാകുമാരി ഇന്ത്യയുടെ ഏത് ഭാഗത്താന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? മനസ്സിലായോ? മിസ് ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിക്കുക. അപ്പൊ പ്ലെയിൻസ് എന്ന് പറഞ്ഞാല് മെനി പാർട്സ് ഓഫ് അവർ കൺട്രി ഹാവ് ഫ്ലാറ്റ് ആൻഡ് ലെവൽ ലാൻഡ്. ദീസ് ഫ്ലാറ്റ് ആൻഡ് ലെവൽ ലാൻഡ് ആർ കോൾഡ് പ്ലെയിൻസ്. ഫ്ലാറ്റ് ആയി കിടക്കുന്ന, നല്ല നിരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ലെവലായി കിടക്കുന്ന ഭൂമിനെയാണ് നമ്മള് പ്ലെയിൻസ് എന്ന് പറയാ. ഇനി നമ്മൾ പറഞ്ഞു the south part of Himalaya, great plains are located. Great plains is located in the south part of Himalaya. Then famous rivers such as Yamuna and Ganga flowing through these great plains. ഈ ഗ്രേറ്റ് പ്ലെയിൻസിലൂടെയാണ് ഗംഗാ നദിയും യമുന നദിയും ഒഴുകുന്നത്. മനസ്സിലായോ? പിന്നെ പറഞ്ഞു ചെറിയ നാരോ സ്ട്രിപ്സ് ഓഫ് പ്ലെയിൻസ് ലാൻഡ്, അതായത് ചെറിയ ചെറിയ തുണ്ട് ഭൂമികള് ഈസ്റ്റേൺ വെസ്റ്റേൺ പാർട്സിലൂടെ, ഇന്ത്യയുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ പാർട്സിലൂടെ പോകുന്നുണ്ട്. അത് രണ്ടും കൂടെ എവിടെ കൂട്ടിമുട്ടും? സൗത്ത് ഭാഗത്ത്. ആ പ്ലേസ് ആണ് ഏത്? കന്യാകുമാരി. അപ്പൊ കന്യാകുമാരി ഈസ് ലൊക്കേറ്റഡ് ദ സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ് ഏതുള്ളത്? കന്യാകുമാരി ഉള്ളത്. മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്. Rivers like the Narmada, the Tapi, the Mahanadi, the Godavari, the Krishna and the Kaveri flow these plains and fall into the sea. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഗംഗ ആൻഡ് യമുന ആർ ദ ഫേമസ് ടു റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ ദീസ് പ്ലെയിൻസ് അല്ലെ? ഗംഗാ നദിയും യമുന നദിയും ഒഴുകുന്നത് ഈ പ്ലെയിൻസിലൂടെയാണ്. അതുപോലെ തന്നെ വേറെ തന്നെ കുറെ നദികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? റിവേഴ്സ് സച്ച് ആസ് നർമ്മദ. സേ ലൗഡ്ലി വിത്ത് മീ. നർമ്മദ. പിന്നെ ദ താപി, ദ മഹാനദി, ദ ഗോദാവരി, the Krishna and the Kaveri. Say loudly once more please, all of you say loudly with me. Rivers like Narmada, the Tapi, the Mahanadi, the Godavari, the Krishna and the Kaveri flow through these plains. ഈ പ്ലെയിൻസിലൂടെയാണ് ഈ നദികളൊക്കെ ഒഴുകുന്നത്. ഏതൊക്കെ നദികളാ? Which are the rivers flows through these plains? Say loudly. Narmada, Tapi, Mahanadi, Godavari, Krishna and Kaveri. ഈ നദികളൊക്കെ ഇതിലൂടെ ഒഴുകിയിട്ടാണ് ഇവിടെ ചെന്ന് പതിക്കുന്നത്, കടലിലെത്തുന്നത്. നമുക്കറിയാം all rivers ended in the sea. എല്ലാ നദികളും ലാസ്റ്റ് എത്തുന്നത് കടലിലാണ് അല്ലേ? എല്ലാ നദികളും എല്ലാ പുഴകളും ലാസ്റ്റ് എത്തിച്ചേരുന്ന സ്ഥലം കടലിലാണ്. അപ്പൊ ഈ നദികളൊക്കെ ഈ പ്ലെയിൻസിലൂടെ ഒഴുകിയിട്ടാണ് ഇവിടെ ചെന്നെത്തുന്നത്, നമ്മുടെ കടലിലെത്തുക. മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ മിസ്സിനെ. മിസ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ ദ പ്ലാറ്റ്യൂ. Listen. The southern part of India looks like a cone in shape. It has a flat and uneven surface, though it is higher than the surrounding plains. This type of land that is flat but higher than the plains is called a plateau. Already we studied about plains. Plains is the flat and level land. Level and flat land is known as plains. But plateaus are look like cone in shape. The cone in shape എന്ന് പറഞ്ഞാല് പ്ലാറ്റ്യൂസിന്റെ ഷേപ്പ് എങ്ങനെയാണ്? കോണില്ലേ? നമ്മുടെ കോൺ ഷേപ്പ് അറിയില്ലേ? കോണിന്റെ ഷേപ്പിലാണ് ഏതുള്ളത്? പ്ലാറ്റ്യൂസ് ഉള്ളത്. ഇറ്റ് ഹാസ് എ ഫ്ലാറ്റ് ആൻഡ് അൺഈവൻ സർഫേസ്. എന്താണ്? ഫ്ലാറ്റ് ആണ്, അൺഈവൻ സർഫേസ് ആണ്. ദോ ഇറ്റ് ഹാസ് ഹയർ ദാൻ സറൗണ്ടിങ് പ്ലെയിൻസ്. അതായത് സറൗണ്ടിങ്ങിനെക്കാട്ടിലും ഉയരം കൂടുതലാണ്. ദിസ് ടൈപ്പ് ഓഫ് ലാൻഡ് ദാറ്റ് ഈസ് ഫ്ലാറ്റ് ബട്ട് ഹയർ ദാൻ ദ പ്ലെയിൻസ് ഈസ് കോൾഡ് എ പ്ലാറ്റ്യൂ. അതായത് ഫ്ലാറ്റ് ആണ്, എന്നാൽ ഏതിനേക്കാട്ടിലും കൂടുതലാണ്? നമ്മുടെ
പ്ലെയിൻസിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹൈ ആയി നിൽക്കുന്ന ഫ്ലാറ്റ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാറ്റ്യൂസ് എന്ന് പറയാം. Listen me, all of you please listen me. I repeat once more. The southern part of India look like a cone in shape. Then it is flat and uneven surface, though it is higher than the surrounding plains. This type of land, the cone-shaped land, is flat. അതായത് കോൺ ഷേപ്പ് ആയെന്നുള്ള പറഞ്ഞ കോൺ ഷേപ്പ് ആണ് എന്ന് പറഞ്ഞ ഈ ലാൻഡ് ഫ്ലാറ്റ് ആയിരിക്കും, എപ്പോഴും നിരന്നു കിടക്കുന്നതായിരിക്കും. പക്ഷേ ബട്ട് ഹയർ ദാൻ ദ പ്ലെയിൻസ്, പ്ലെയിൻസിനെക്കാട്ടിലും ഉയരം കൂടിയ, പ്ലെയിൻസിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയറായി നിൽക്കുന്ന ഫ്ലാറ്റ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാറ്റ്യൂസ് എന്ന് പറയാം. മനസ്സിലായോ? പ്ലാറ്റ്യൂസ് ആർ ഇൻ കോൺ in shape, then it is higher than the plains. മനസ്സിലായോ? Plateaus are cone in shape and it is higher than the plains. Cone shape ലുള്ള പ്ലെയിൻസിനെക്കാട്ടിൽ കുറച്ചുകൂടി ഹയർ ആയി നിൽക്കുന്ന ഫ്ലാറ്റ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാറ്റ്യൂസ് എന്ന് പറയാം. നെക്സ്റ്റ് പാരഗ്രാഫ്. The southern plateau also called the Deccan Plateau covers the largest part of India. The land is hard, rocky and uneven. This area is less fertile than the plains. The rivers in this area depend on the rains for water and often dry up in summer. Some parts of the plateau are covered with thick forest. എന്താ പറഞ്ഞേ? എന്താ മനസ്സിലായത്? സദേൺ പ്ലാറ്റ്യൂ, അതായത് ഈ സദേൺ പ്ലാറ്റ്യൂവിനെ വേറൊരു പേര് പറയും. എന്താണത്? ഡെക്കാൻ പ്ലാറ്റ്യൂ. പറഞ്ഞേ. Southern plateau is also known as Deccan Plateau. Say loudly with me. ഒച്ചത്തിൽ പറഞ്ഞേ. Southern plateau is also known as Deccan Plateau. Then Deccan Plateau covers the largest part of India. ഇന്ത്യയുടെ കുറേ ഭാഗം എന്താണ് കവർ ചെയ്തിട്ടുള്ളത്? ഡെക്കാൻ പ്ലാറ്റ്യൂ ആണ്. മനസ്സിലായോ? The land is hard. അവിടെ ലാൻഡ് എങ്ങനെയായിരിക്കും? ഹാർഡ് ആയിരിക്കും. റോക്കി, കല്ലുകളൊക്കെ ഉണ്ടാവും. Uneven means unequal, നിരപ്പല്ല, ഈക്വൽ ആയിട്ടുള്ളതല്ല. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇവിടുത്തെ പ്ലാറ്റ്യൂവിന്. നോക്ക്. This area is less fertile than the plains. പ്ലെയിൻസിന്റെ അത്രയും ഫെർട്ടൈൽ ആയിരിക്കില്ല എവിടെ? ഈ പ്ലാറ്റ്യൂവില്. പ്ലെയിൻസ് നമ്മൾ പറഞ്ഞു വെരി ഫെർട്ടൈൽ ആണ് അല്ലെ? The land in plains are very fertile. Ganga and Yamuna are the famous rivers flowing through these plains, and these rivers became very fertile land. അല്ലെ? ഇത് വളരെ ഫെർട്ടൈൽ ആക്കുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കിയാൽ, അതെ നമ്മുടെ പ്ലെയിൻസിനെ അപേക്ഷിച്ച് നോക്കിയാൽ പ്ലാറ്റ്യൂവിലെ മണ്ണിന് ഫെർട്ടിലിറ്റി കുറവാണ്. The rivers in this area depend on the rains for water. ഈ ഇവിടുത്തെ നദികളൊക്കെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? മഴേനെ. എന്തിനു വേണ്ടി? വെള്ളം കിട്ടാൻ വേണ്ടി മഴേനെ ഡിപ്പെൻഡ് ചെയ്യും. Often dry up in summer. വേനൽക്കാലാവുമ്പോ നദികളൊക്കെ വറ്റിപ്പോവും. വെള്ളം മഴക്കാലത്ത് മാത്രം നല്ലവണ്ണം വെള്ളം കിട്ടും, വേനലാവുമ്പോൾ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. Some parts of the plateau are covered with thick forest. അതായത് ചില പ്ലാറ്റ്യൂസിലൊക്കെ നന്നായി മരങ്ങൾ ഉണ്ട്, നല്ല thick forest ആണ്. Some plateaus are covered with thick forest. ഒന്നും കൂടെ മിസ് പറയാം, ശ്രദ്ധിക്കുക. Southern part of India look like a cone. Southern part of India look like a cone. It is a flat land, flat and uneven surface. It is higher than the plains. അല്ലെ? പ്ലെയിൻസിനെക്കാട്ടിലും കൂടിയ ഫ്ലാറ്റ് ആയ ലാൻഡിനെയാണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയാ. പിന്നെ Southern Plateau is also known as Deccan Plateau. Southern Plateauവിന്റെ മറ്റൊരു പേരെന്താ? Other name of Southern Plateau? What is the other name of Southern Plateau? Southern Plateauവിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? Deccan Plateau. എന്തായിരുന്നു? Southern Plateau is also known as Deccan Plateau. This land is hard, rocky and uneven. കട്ടിയുള്ള പ്രദേശങ്ങളാണ് ഇത്. നല്ലോണം കല്ലൊക്കെ ഉള്ള കട്ടിയുള്ളത്, അൺഈക്വൽ ഈക്വൽ അല്ലാത്ത പ്രദേശമാണ് ഇത്, ഈ പ്ലാറ്റ്യൂസ്. ഇനി this area is less fertile than plains. പ്ലെയിൻസിനെക്കാട്ടിലും ഫെർട്ടിലിറ്റി കുറഞ്ഞ മണ്ണാണ് അവിടെ. മനസ്സിലായോ? അപ്പൊ കൃഷി നമ്മൾ പറഞ്ഞു, പ്ലെയിൻസിൽ കൃഷി ചെയ്താൽ നല്ല നല്ല വിളകൾ കിട്ടും. ഒരുപാട് കപ്പയോ ചേനയോ ചേമ്പോ പച്ചക്കറികളോ
അതുപോലെ ഫുഡ് ക്രോപ്സ് ഒക്കെ നട്ടു കഴിഞ്ഞാല് ഒരുപാട് വിളവ് കിട്ടും. പക്ഷെ അതിനേക്കാൾ കുറവായിരിക്കും ഇവിടെ ഈ പ്ലാറ്റ്യൂസിൽ. കാരണം അവിടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറവാണ്. മനസ്സിലായോ? If you have understood, please show your thumb like this. Understood? Yes. Okay. Next one, the desert. Next one, the desert. എന്താ മക്കളെ desert എന്ന് പറഞ്ഞാല്? എന്താ desert എന്ന് പറഞ്ഞാല്? മരുഭൂമി അല്ലേ? desert എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമി. നോക്ക്, in the northwestern part of our country, a large area or dry land is covered with sand. This is called a desert. This area covers parts of Rajasthan. It is also called the Indian desert or the Thar desert. Very little rainfall occurs here. Thus, this area is hot and dry. Very few plants and trees grow here. അപ്പൊ നമുക്കറിയാം എന്താണ് മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആനിമലിന്റെ പേരെന്തായിരുന്നു? ക്യാമൽ അല്ലേ? ക്യാമൽ. നമുക്കറിയാം in the northwestern part of our country, a large area of dry land is covered with sand. അതായത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടില് ഒരു ഡ്രൈ ലാൻഡ് ഉണ്ട്, ഉണങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം, നിറച്ചും മണലൊക്കെ ഉള്ള, കല്ലും മണ്ണൊന്നും അല്ലാതെ മണല് നിറഞ്ഞ ഡ്രൈ ലാൻഡ് ഉണ്ട്. ആ ഡ്രൈ ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെസേർട്ട് എന്ന് പറയാം. മനസ്സിലായോ? ഡെസേർട്ടിൽ എപ്പോഴും മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവോ? ഇല്ല. ഡെസേർട്ട് എപ്പോഴും ഡ്രൈ ലാൻഡ് ആയിരിക്കും, ഉണങ്ങിയിരിക്കുന്ന പ്രദേശമായിരിക്കും. മാത്രല്ല അവിടെ എന്തുണ്ടാവും? സാൻഡ് ഉണ്ടാവും അല്ലെ? ഡെസേർട്ട് ഈസ് കവേർഡ് വിത്ത് സാൻഡ്. ഡെസേർട്ട് ഈസ് ആൻ ഏരിയ, dry land area. Desert is an dry land area and it is covered with sand. മനസ്സിലായോ? Desert is dry land and is covered with what? Sand. എന്താ സാൻഡ് എന്ന് പറഞ്ഞാല്? മണല് അല്ലെ? മണല് നിറഞ്ഞ ഉണങ്ങിയിരിക്കുന്ന പ്രദേശമാണ് ഏത്? ഡെസേർട്ട്. നോക്ക്, this area covers parts of Rajasthan. അതായത് ഈ ഡെസേർട്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലെ? രാജസ്ഥാൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഇന്ത്യൻ ഡെസേർട്ട് ഓർ താർ ഡെസേർട്ട്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടില് അല്ലെങ്കിൽ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡെസേർട്ടിനെ നമ്മൾ എന്താ പറയാ? ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ താർ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ട് ഓർ താർ ഡെസേർട്ട്. പറഞ്ഞേ, ഇന്ത്യൻ ഡെസേർട്ട് ഓർ താർ ഡെസേർട്ട്. ഒന്നുകൂടെ നോക്കുക. വെസ്റ്റേൺ പാർട്ട് ഓഫ് അവർ കൺട്രി, ലാർജ് ഏരിയ ഓഫ് ഡ്രൈ ലാൻഡ്. ദിസ് ഈസ് നോൺ ആസ് ഡെസേർട്ട്. ദിസ് ഡെസേർട്ട് ഈസ് covers parts of Rajasthan. രാജസ്ഥാന്റെ പാർട്ടൊക്കെ കവർ ചെയ്യുന്നുണ്ട്. മാത്രല്ല, ദിസ് ഡെസേർട്ട് ഈസ് നോൺ ആസ് ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ട് ഓൾസോ നോൺ ആസ് താർ ഡെസേർട്ട്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനെ കവർ ചെയ്തിട്ടുള്ള ഈ ഡെസേർട്ടിന്റെ പേരാണ് ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ടിന്റെ മറ്റൊരു പേരാണ് താർ ഡെസേർട്ട്. ഇനി വെരി ലിറ്റിൽ റെയിൻഫോൾ ഒക്കേഴ്സ് ഹിയർ. ഇവിടെ എന്താണ്? കുറച്ച് മാത്രമേ മഴയുള്ളൂ. വെരി ലിറ്റിൽ റെയിൻ ഒക്കേഴ്സ് ഹിയർ. Thus this area is hot and dry. Very few plants and trees grow here. ഇവിടെ മഴയില്ല അല്ലേ? വെരി ലിറ്റിൽ റെയിൻഫോൾ ഒക്കേഴ്സ് ഹിയർ. കുറച്ച് മാത്രമേ മഴ കിട്ടുള്ളൂ. അവിടെ എപ്പോഴും എന്തായിരിക്കും? അവിടെ ഡ്രൈ ലാൻഡ് ആയിരിക്കും, ഹോട്ട് ആൻഡ് ഡ്രൈ ആയിരിക്കും. മാത്രല്ല, വെരി ഫ്യൂ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഗ്രോ ഹിയർ. അവിടെ മഴ അധികമില്ല, മഴയില്ലാതെ എപ്പോഴും ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. ചില കുറച്ച് മരങ്ങളോ കുറച്ച് ചെടികളോ ഒക്കെ കാണുള്ളൂ. നമ്മുടെ നാട് പോലെ എപ്പോഴും പച്ചപ്പുള്ള നാടല്ലേ ഇത്? ഡെസേർട്ടില്. കാരണം എന്താണ്? ഡെസേർട്ട് ലിറ്റിൽ റെയിൻഫോൾ ഒക്കേഴ്സ് ഹിയർ. അതായത് അവിടെ കുറച്ച് മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. അപ്പോഴും ഉണങ്ങി വരേണ്ട മണ്ണായതുകൊണ്ട്, മണലായതുകൊണ്ട് അവിടെ എല്ലാ ചെടികളൊന്നും വളരില്ല. കുറച്ച് ചെടികൾ മാത്രം, കുറച്ച് മരങ്ങൾ മാത്രമേ അവിടെ വളരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താ ഡെസേർട്ട് എന്ന് മനസ്സിലായോ? എന്താ ഡെസേർട്ട് എന്ന് പറഞ്ഞാല്? ഡെസേർട്ട് എന്ന് പറഞ്ഞാല് ഡ്രൈ ലാൻഡ് ആൻഡ് കവേർഡ് വിത്ത് സാൻഡ്. മണല് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഉണങ്ങിക്കിടക്കുന്ന ഡ്രൈ ലാൻഡിനെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയാ. Then Thar desert is located in Rajasthan. Thar desert is also known as Great Indian Desert or Indian Desert. Okay. Yes. Next paragraph.
The camel is the most important means of transport here. It takes people and goods across the desert. It is therefore called the ship of desert. എന്താ പറഞ്ഞത്? നമുക്കറിയാം ക്യാമൽ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ക്യാമൽ ആണ് അവിടുത്തെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? പയ്യന്നൂർ പോണെങ്കിൽ ബസ്സിന് കയറി പോകും അല്ലെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കയറി പോകും, അല്ലെങ്കിൽ ജീപ്പിന് പോകും. പക്ഷെ നമ്മുടെ ഡെസേർട്ടിൽ എന്തില്ല? ജീപ്പില്ല, കാറില്ല, ബസ്സില്ല. പക്ഷെ അവരൊക്കെ ആശ്രയിക്കുന്ന എന്താണ്? ഡെസേർട്ട് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ക്യാമൽസ്. മനസ്സിലായോ? ഡെസേർട്ട് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ക്യാമൽസ് ഫോർ ട്രാവലിംഗ്. അവർ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആനിമലിന്റെ പേരാണ് ക്യാമൽ. ഇനി ഇറ്റ് ടേക്സ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് അക്രോസ് ദ ഡെസേർട്ട്. അതായത് ഈ ഭാഗത്ത് ഈ ഡെസേർട്ടിലുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിലും യാത്ര ചെയ്യണമെങ്കിലും അവരെന്തിനാ ഡിപ്പെൻഡ് ചെയ്യുക? ക്യാമലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് ക്യാമലിനെ അവരെന്ത് പറയുന്നു? ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നു. മനസ്സിലായോ? Camel is known as ship of the desert because desert people depending on these camels for traveling and carrying goods. സാധനങ്ങൾ കൊണ്ടുപോകാനും യാത്ര ചെയ്യാനും വേണ്ടി ക്യാമലിനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ക്യാമലിനെ എന്തറിയപ്പെടുന്നത്? ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? മിസ് ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ചോ. ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് അവർ കൺട്രി എ ലാർജ് ഏരിയ ഓഫ് ഡ്രൈ ലാൻഡ് ആൻഡ് കവേർഡ് വിത്ത് സാൻഡ്. അതായത് മണൽ നിറഞ്ഞതും ഡ്രൈ ലാൻഡുമായ ഏരിയനെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയാ. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഈസ് കവേർഡ് രാജസ്ഥാൻ. Then Great Indian Desert or Indian Desert is known as Thar Desert. Indian Desert ന്റെ മറ്റൊരു പേരാണ് ഇത് Thar Desert. പിന്നെ നമ്മൾ പറഞ്ഞു very little rains occur here, so few plants and trees are grow here. മനസ്സിലായോ? അവിടെ എപ്പോഴും മഴയില്ല, അതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് ജലാംശം ഇല്ലാത്ത ഉണങ്ങി വരേണ്ട പ്രദേശമായതുകൊണ്ട് അവിടെ ചില വൃക്ഷങ്ങളും ചില ചെടികളൊക്കെ വളരുള്ളൂ, കുറച്ച് മാത്രം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു camel is the important animal in desert. Then desert people depending the camels for traveling from one place to another or carrying goods from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനോ അവർ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ക്യാമൽ ആണ് അല്ലേ. സോ ക്യാമൽ ഈസ് നോൺ ആസ് ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. അതുകൊണ്ട് ക്യാമലിന് വേറൊരു പേര് പറയുന്നതാണ് ഷിപ്പ്. ക്യാമലിനെ അറിയപ്പെടുന്നത് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ. കാരണം അവിടെ വേറെ വാഹനങ്ങളൊന്നുമില്ല. അവിടുത്തെ എല്ലാ ജനങ്ങളും നമ്മുടെ ക്യാമലിനെയാണ് ആശ്രയിക്കുന്നത്. ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്യും? ഒട്ടകത്തിന്റെ മുകളിൽ വെച്ച് ഒട്ടകത്തിൽ കയറി ഇരുന്നാണ് അവർ യാത്ര ചെയ്യുക. സോ ക്യാമൽ ഈസ് നോൺ ആസ് ഷിപ്പ് ഓഫ് ഡെസേർട്ട്. ഇത്രയും മനസ്സിലായവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഇത്രയും മനസ്സിലായവർ മിസ്സിനെ ഒന്ന് കൈ കാണിച്ചേ. ഓക്കെ. ഹൂ വിൽ റീഡ് ദ ലെസൺ ലൗഡ്ലി? ആരാ ഒന്ന് ഒച്ചത്തിൽ വായിക്കുക ടെക്സ്റ്റ്? Who is ready to read the lesson loudly? As Asya Safa is ready. Okay, Asya. Lesson 4. Our country. India is a very big country. It is also the 7th largest country in the world. It is also the second most populated country in the world. More than 100 crore people live in our country. Our country is not the same everywhere. In okay, some please stop Asya, please stop. Next one, Angel Rose Benjamin, please read. അതിന്റെ ബാക്കി ഒന്ന് വായിച്ചേ. ആസി എവിടെയാണോ നിർത്തിയത് അതിന്റെ ബാക്കി വായിച്ചേ ഏഞ്ചലെ. ഏഞ്ചൽ പ്ലീസ് അൺമ്യൂട്ട് യുവർ ഫോൺ മോളെ. ഏഞ്ചൽ പ്ലീസ് അൺമ്യൂട്ട്. പ്ലീസ് അൺമ്യൂട്ട്. യെസ്, ഓക്കെ. While in other places there are flat land surfaces.
surface. At some places, the land is made up of hard rocks, while in other places it is covered with some sand. The southern parts of India is surrounded by large water bodies on their sides. This types of land is called a peninsula. Peninsula. Please stop, Angel. Please stop. Please stop. Please stop. Then next one, Sana Mansoor. Please read. Sana Mansoor. മിസ് എത്തിനെന്ന് ക്ലിയർ ആയിട്ടില്ല. എന്താ സന ശ്രദ്ധിച്ചില്ലേ ക്ലാസ്സിലെ? ശ്രദ്ധിച്ചു, പകുതി എത്തുമ്പോ തിരിഞ്ഞിട്ടില്ല. The Indian Peninsula തൊട്ട് മോളെ 168, പേജ് നമ്പർ 168. തേർഡ് ലൈൻ, 168 പേജിലെ തേർഡ് ലൈൻ. The Indian. Please unmute. Yes. The Indian Peninsula is surrounded by the Arabian Sea on the west, the Bay of Bengal on the east, the Indian Ocean on the south. The main physical divisions of India are mountains, plains, plateaus, and desert. Okay, stop. Edwin, please read. Edwin Thomas. Unmute and read. ടീച്ചർ, എനിക്കും ക്ലിയർ ആയില്ല അവള് പറഞ്ഞത് എവിടെയാന്ന്. മോനെ 168, പേജ് നമ്പർ 168 for then 6th sentence. Sorry, 6th line. ആറാമത്തെ ലൈൻ. Besides, yes. Besides this, There are also the island groups. Island groups. The mountain or along the northern boundary of Indian lies the great Himalayan mountain ranges. The Himalayas are the greatest, are the highest mountain in the world. There are many peaks in these mountains. Most of them remain snow covered and almost throughout the year. Please stop. Throughout the year. Next one, Siddhant Krishna. Please read. Siddhant Krishna.
Unmute, please unmute. Siddhante, ഒന്ന് unmute ചെയ്തേ മോനെ. Siddhant, please unmute your phone. Siddhante, ഒന്ന് unmute ചെയ്തേ മോനെ phone. Siddhant Krishna. Nihara Rajesh, please read. Nihara Rajesh. Unmute and read. Mount Everest is the Himalayas' last peak in the Himalaya. It is also the Himalayas' highest peak in the world. In the world. Many rivers Such as the Yamuna, Ganga, Satluj and Brahmaputra and Brahmaputra originate in these mountains. These mountains and flow down to the plains. Okay, please stop, Nihara. Next one, Rilu Abid. Rilu Abid, please unmute and read. Please unmute. Central and southern part of our country. country have Low mountain ranges. Low, L-O-W, low. mountain Ranges called hills. called hills. The Vindhya and Satpura are in central India. While the Nilagiri hills are in South South India. India. Okay, next one. Juliet Joss. Juliet. many parts The plains. of country have How? and Juliet, please read. Many parts of our country have flat and level land. These are the plains. Baki. to the south of the Himalayas lie the great plains Okay, of okay, India. Juliet. Please stop. Dear students, our time is going to over. Any doubt, anybody in this class? Any doubt, anybody? No. Yes. Then all of you read the lesson 3 times. Read the lesson 3 times. And after your reading, ask your parents to put the sign on it. Okay. Yes. Shahma, parne mole. Shahma V. Yes. Unmute ചെയ്തേ മോളെ. ടാബ് സെറ്റ് ചെയ്താ എന്താണ് മിസ്സേ? ടാബ് സെറ്റ് ചെയ്താ എന്താ മിസ്സേ? കേൾക്കുന്നില്ല മോളെ.
ഷഹുമ Yes. എന്താ മോളെ പറഞ്ഞത്? Star desert എന്താണ്? എന്താ അർത്ഥം? കേൾക്കുന്നില്ല, ക്ലിയർ ഇല്ലല്ലോ മോള് പറയുന്നത്. എന്താ പറഞ്ഞേ? Star desert. താർ ഡെസേർട്ട് ആണോ ചോദിച്ചത്? താർ ഡെസേർട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ഇന്ത്യൻ ഡെസേർട്ടിന്റെ വേറൊരു പേരാണ്, ഒരു ഡെസേർട്ടിന്റെ പേരാണ്, മരുഭൂമിയുടെ പേര്. മനസ്സിലായോ? എന്താണ്? അത് താർ ആ ഡെസേർട്ടിന്റെ പേരാണ് മോളെ. ഇന്ത്യൻ ഡെസേർട്ടിന്റെ വേറൊരു പേരാണ് താർ ഡെസേർട്ട്. മോളെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ വാട്സപ്പിൽ ചോദിക്കും കേട്ടോ. ടൈം കഴിയാനാ, ഇപ്പൊ നമ്മുടെ ക്ലാസ് കട്ടാവും. ക്ഷമ. പ്ലീസ് ആസ്ക് യുവർ ഡൗട്ട് ത്രൂ മൈ വാട്സപ്പ്. ഓക്കെ, ചോദിക്കൂ കേട്ടോ. മിസ് ക്ലിയർ ചെയ്ത് തരാം. മോളത് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യട്ടോ, പേഴ്സണൽ നമ്പറിൽ സെൻഡ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, അവർ ടൈം ഈസ് ഗോയിങ് ടു അവർ. ടാറ്റാ, ബൈ ബൈ, സി യു. ബൈ ബൈ.